ഇത് കർമ്മ പരമ്പരകളുടെ സ്നേഹരഹിതമായ കഥയാണ്. അസ്തമയത്തിന്റെ താഴ്വരയിൽ നിന്നും പിതൃക്കളുടെ ചാവറകളിലേക്ക് ഇറങ്ങുന്ന വേരുകളുടെ ഗദ്ഗതങ്ങളാണ് ടീം നടനം അവതരിപ്പിക്കുന്ന മൂന്നാമത് നാടകം ചാവറ. എന്തൊരു കാലമായിരുന്നത്. മണ്ണും കറുകയും നോക്കെത്താ ദൂരം വയലുകളും കണ്ണീര് പോലത്തെ ജലം നിറഞ്ഞ തോടും കുളങ്ങളും കടന്ന് മണൽപ്പരപ്പിൽ തെളിഞ്ഞ വെള്ളത്തിൽ വെള്ളിപ്പരലുകൾ നീന്തുന്ന പുഴ നടന്ന് കയറി വരുന്ന ബന്ധുക്കൾ, കുട്ടികൾ എല്ലാം നിങ്ങള് നാഗപുറം നോക്കിട്ട് നമ്മൾ തിരിക്കുന്ന ആരെങ്കിലും കാണുമോ? അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. നിങ്ങളെ പ്രാന്ത് കേട്ടിട്ട് നമ്മളില് നട്ടപ്പാതയിലേക്ക് വന്നതിപ്പോ ചാവാനാവുന്നുണ്ട്. ഇത് നീതിയല്ല, ഇത് നമ്മളെ നീതിയാണ്. ചങ്ങരത്തോ വരുമോ? നീ പേടിക്കണ്ട, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അത് ഇടുപ്പ് എല്ലാം കൂടി പോണം. ആ പോക്കില്ലേ, അതിനാണ് അതിന്റെ പറഞ്ഞത്. ഇടുപ്പോളെന്ന് കാണണം. കണ്ടത് ആ അങ്ങനെ സ്റ്റേജിൽ വീഴാൻ ആദ്യം എടുപ്പിങ്ങനെ ആക്കിയിട്ട് കാല് വെക്കും. അപ്പൊ ശരിയാവും. കാല് വെക്കണൊക്കെ നമുക്ക് എടുപ്പിങ്ങനെ ആക്രാന്തം കഴിക്കണേ. ശരിയാവും ശരിയാവും. ആ കളി വീട്ടിൽ പോയിട്ട് കളിക്കുന്നോടെ
അവൻ ഭാവന മച്ചാ സാധനം എന്താ? ജയകൂടി വേണം ആ ജയങ്ങളിലും ലാസ്റ്റ് കിലും യശോമാരെ നിങ്ങളിവിടെ ഉണ്ടായിട്ടാ ഇവിടെ ഈ ഇളവം പറമ്പില് മന്ത്രവാദോ അമ്പലോ പൂജയോ വിധിപ്രകാരം അല്ലാതെ നടക്കുമെന്ന് കേട്ടു. കേട്ടതല്ല സത്യം തന്നെയാണ് തമ്പുരാനെ. എന്താ ചെയ്യാ പറഞ്ഞാ കേക്കണ്ടേ അഹങ്കാരികൾ. ഇല്ലേ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞേ, വിധിപ്രകാരം അല്ലാതെ നടക്കുമെന്ന് കേട്ടു. നോ അതൊന്ന് അന്വേഷിച്ചിട്ട് വായിച്ചിട്ട് വന്നതാണേ. അതാണ് ഞാൻ അത് നീ കയറി പിടിച്ചപ്പോഴാണ് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി. നോ അതൊന്ന് അന്വേഷിച്ചിട്ട് വായിച്ചിട്ട് ഇറങ്ങിയതാണേ. ഉള്ളു പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇറങ്ങിയതാണേ. കേട്ടതല്ല സത്യമാണ് തമ്പുരാനെ. എന്താ ചെയ്യാ പറഞ്ഞാ കേക്കണ്ടേ അഹങ്കാരികൾ. ഇതിപ്പോ ഊണോളുകൾ ഇട്ടാ മതി കഴിഞ്ഞു കഥ. ശിവ ശിവ നോ ഇത്രയ്ക്ക് അങ്ങോട്ട് നിരീക്ഷിക്കുക. യശവ 4 ബാല്യക്കാരെ കൂട്ടി ശുദ്ധികലശം അങ്ങോട്ട് ചെയ്യ. എന്തേ മനസ്സിലായില്ലാന്നുണ്ടോ? എതിർക്കും ഒരു സംശയവും വേണ്ട. ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവുന്നത് എനിക്കൊരു നിശ്ചയമില്ല. അങ്ങനൊക്കെ ഉണ്ടാവുക എന്താ നാക്ക് പുറത്തിടല്ലേ? അങ്ങനെ കറക്റ്റ് കറക്റ്റ്. നിങ്ങളീ ഭർത്താവ് കേട്ട ഞാൻ പാതിരാത്രി നിങ്ങളെ ഭർത്താവ് കേട്ടിട്ട് പാതിരാത്രി ഞാനും വന്നു ചാവാൻ പോകുന്ന നിധിയല്ല ഇത് ഇത് കിട്ടാൻ പോകുന്ന നമുക്ക് ഈ രാജ്യമാകെ തീമഴ നയിക്കാനുള്ള ആയുധങ്ങളുമായി ഇനിയും ദൈവം നമ്മെ ഏറ്റവും കൂടുതൽ അനേകം തവണ ചാമ്പലാക്കാൻ ആയുധശേഷിയുള്ള ദൈവങ്ങൾ ഏറ്റവും കൂടുതൽ അനേകം തവണ ഭൂമിയെ ചാമ്പലാക്കാനുള്ള ദൈവങ്ങൾ இன்னைக்கு அந்த 2000 ரூபாய் எனக்கு வேணும் கிட்டணும் இனி அவதி இல்ல நான் உங்க வீட்டுக்கு போனேன் கூட்டுக்கு போனேன் எங்கேயும் இல்ல கடைசிதான் இங்க வந்து நான் சேர்ந்தேன் எனக்கு காசு கிடைக்கணும் நீ சொல்லிட்டே இருக்க முடியாது எனக்கு இன்னைக்கு என்ன காசு எனக்கு கொடுக்கணும் வேறு கூட்டி எனக்கு கொடுக்கணும் நீ அண்ணா அடுத்த வாரம் கண்டிப்பா முடியாது கண்டிப்பா எனக்கு வேணும் எனக்கு என்ன பைசா எனக்கு வேணும் முடியாதுன்னா முடியாது முடியாதுன்னா முடியாது எனக்கு இன்னைக்கு காசு வேணும் 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 என்ன இல்ல பட்டமான வில்லேஜ் என்ன அடுத்த வாரம் ஒரு 2000 திரும்பி தருமா? அடுத்த வாரமா இந்த 2000 கூட அடுத்த வாரம் தானே? ஆமா நானே உங்களுக்கு தரேன் பார்க்கலாம் 2000 മിലാവോ അടുത്ത വാരം തരാം. നോക്കതിൽ ഉണ്ടാവോടാ 2000 അടുത്ത വാരം കണ്ടിപ്പാ തരാ. എന്താ പറഞ്ഞു ഉറപ്പ് പറയണ എന്താ പറഞ്ഞു? ഉറപ്പായിട്ട് കിട്ടും. ശരി പറഞ്ഞു, മലയാളം പറഞ്ഞു. പൈസ തരും പൈസ തരും എനിക്ക് തെറിച്ച് തരും കൊണ്ടാ എന്താ മനുഷ്യന്മാർക്ക് കിട്ടുന്ന സന്തോഷമായി. സന്തോഷം ഇനി അടുത്ത ഓക്കെ എന്റെ അരുമയാണ് നന്മനക്ക് കൂടെ ഓക്കെ ഓക്കെ ഞാൻ കൊടുക്കുറேன் 2000 രൂപ അടുത്ത അരുമേനെ നമ്പർക്ക് കൂടെ അടുത്ത വാരം എന്റെ അരുമയാണ് അന്മനക്ക് കൂടെ 2000. ഓക്കെ ഞാൻ കൊടുക്കുறேன் വേല പண்றேன் നീ ഫ്രണ്ട്ലി കയറി സ്വകാര്യ ബാക്കി അവൻ അപ്പൊ നീ പറയും ചേട്ടാ ഇക്കൊന്നും പുടിയുടെ പറയരുത് നീ അടുത്ത വാരം നിന്റെ ഉണക്ക് തരും. തരും ബാക്കി നീ അടുത്തോ ഓക്കെ ബാക്കി എന്തായാലും നീ പിന്നെ അടുത്ത ചേട്ടാ
എന്താ ക്യാ നേരത്തെ 500 പോയില്ല അതൊക്കെ നമുക്ക് ശരിയെന്നാ സന്തോഷായി അഭിനയം കണ്ടു എന്താണോ ഒരു ശബ്ദം കേട്ടല്ലോ ചേട്ടാ ഒന്നുമില്ലടാ നീ ആ കയറൊന്നും ഇട്ടേ എന്തിലോ തട്ടിയതാ ചേട്ടാ കയറിട് എടാ പിടിക്കാത്ത എന്തിലോ തട്ടി കയറിട്ട് ഞാൻ കയറട്ടെ എന്തോ ഒരു പരവശം പിടിക്ക് നല്ല പിടിക്ക് വിളിച്ചു പിടിക്ക് തീ പോയി കിട്ടും എന്നോട് ഈ ലെവലിൽ നീ മനുഷ്യനാ അതാ വീണ്ടും താഴേക്ക് പോകും. ഞാൻ മനുഷ്യനാ നീ പറ മനുഷ്യനെന്നാൽ നിന്റെ ഈ രൂപം വച്ച് നീ അഹങ്കരിക്കുന്ന ഒന്നല്ലേ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ അനേക കോടി ജീവികളിൽ ഒന്ന് ചന്ദ്രമണ്ഡലത്തിനിയും നാഴികകൾ ബാക്കി മീനിനെ വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലുന്ന പോലെ എന്നെയും മണ്ണിൽ താഴ്ത്തി കൊല്ലുക. എന്റെ പേരും തണലും ആകാശവുമായ മണ്ണേ, നീ എന്നെ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കുക താത്തി കൊല്ലുക എന്ന് പറയുന്നത് പിന്നെ എന്നെ സ്വീകരിക്കുക പറയുന്നത് ഇങ്ങനെ പറയാം. എന്റെ പേരും തണലും ആകാശവുമായ മണ്ണേ, നീ എന്നെ സ്വീകരിച്ചാൽ കേശവൻ എന്താ ശങ്കിക്കണേ സമയം വായിക്കാറുണ്ടോ നിങ്ങളുടെയൊക്കെ ഇനി പ്രത്യേകം പറയണോ മോക്ഷപ്രാപ്തിക്ക് ശേഷം മനസ്സിലായോ പിന്നെ അടി കൊള്ളുന്നു പ്രപഞ്ചമേ ഞാൻ എന്റെ ദൈവങ്ങളെ എന്നെ തിരികെ സ്വീകരിക്കുക. എന്റെ പ്രപഞ്ചമേ, ആ പ്രപഞ്ചമേ ഇത് ഇപ്പൊ എടുക്കണ്ട, ഇത് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യണം. ഇത് ഈ അടിക്കണത് ചാമ്യാണ് അടിക്കണത്, അപ്പൊ തെറ്റാന്ന് വിളിക്കുന്നത് ചതിയാണ്. ചതി പറയുമ്പോ ആദ്യത്തെ അടി എന്റെ പുറത്ത് അല്ലെങ്കിൽ ബാബ ഇവന്റെ കൂടെ പറ്റ കട്ടക്ക് നിന്നിട്ട് രാത്രി എന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയായിരിക്കും. നാളെ ചന്ദ്രോദയത്തിന് 4 നാഴിക മുമ്പ് ഞാൻ കൊല്ലപ്പെടും. നിന്റെ കുഞ്ഞിനെ ഞാൻ എടുക്കുകയും പോകും. പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. പിന്നെ തിരിഞ്ഞു നോക്കണ്ടേ? ഞാനും ഇന്നലെ മഞ്ഞപ്പൊടി
ചെരുപ്പൊക്കെ തിരുമ്പിട്ടാണ് കാലത്തിന് ഒരു കൂടി അതെന്താ ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ വിലുട്ടിയെ നീറ്റലും പറയായിരുന്നു ആ സാറിന്റെ കുത്തിട്ടേ ബാക്കി അപ്പൊ പറഞ്ഞാ നീ കുഴപ്പമില്ല അന്ന് വന്ന് മാറ്റാം എന്റെ ചാവ് പരമ്പരകളും കൊടുക്കുന്ന മണ്ണാണ് എന്റെ നാഗദേവങ്ങളും കയറിലും മുണ്ടിനും നന്മ തുടങ്ങിയത് മണ്ണാണ് ഭഗവാനോ പൂരിക്കുന്ന ഉദയത്തെ കഴിഞ്ഞിട്ട് ഭഗവാനോ ഓരോ നേരോ തപസിനായി